അങ്ങനെ 75 യാർഡിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന്. രാവിലെ 6 മണിയാകുമ്പോൾ എല്ലാം എണീച്ചു, ഓടാനിറങ്ങി. ഇന്ന് മനോഹരമായിട്ട് കോട ഇറങ്ങിയ ഒരു ദിവസമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഇന്നത്തെ മോർണിംഗ്. ഓട്ടവും പത്രമിടലെല്ലാം കഴിഞ്ഞ് 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഏകദേശം 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കഷ്ണം പുട്ടും കടലക്കറിയും സ്മൂത്തി ആയിരുന്നു ഉണ്ടായത്. ഉച്ചക്കേക്കുള്ള ലഞ്ചെല്ലാം പാക്ക് ചെയ്തെടുത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഇന്ന് മാനേജർ ഒപ്പരാണ് ഡ്യൂട്ടി. ഒരു 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഒടയഞ്ചാലിലേക്ക് എത്തണം. അവിടുന്ന് മൂപ്പരൊപ്പരം ജോയിൻ ചെയ്യണം. ബസ് കയറി മാനേജർ ഒന്നിച്ച് ജോയിൻ ചെയ്തു. പിന്നെ ചുള്ളിക്കര, വെള്ളരിക്കുണ്ട്, കൊന്നക്കാട് എല്ലാം കറങ്ങി. ലഞ്ച് വണ്ടി തന്നെ കഴിച്ചത്. വെജ് സലാഡും ചിക്കനും സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു ലഞ്ചിനുണ്ടായത്. വൈകിട്ട് തിരിച്ചെത്തിയ ഉടനെ ജിമ്മിലേക്ക് പോയി. ഇന്ന് അപ്പർ ബോഡി സ്പ്ലിറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ചെസ്റ്റ് പ്രസ്, ക്രോസ് ഓവർ, സീറ്റഡ് റോ, ടീ ബാർ, ഡംബിൾ പ്രസ്, ഷെഗ് ഇതെല്ലാമാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പർ ബോഡി നന്നായിട്ട് പമ്പ് ചെയ്തു. വർക്കൗട്ട് ആയതുകൊണ്ട് 1 hour കൊണ്ട് തീർത്തു. അതിനുശേഷം കേശുവിൻ്റെ കരാട്ട ക്ലാസ്സിൽ നിന്ന് കേശുവിനെ പിക്ക് ചെയ്ത് നമ്മൾ രണ്ടാളും കൂടിയിട്ട് മീൻ വാങ്ങാൻ പോയി. നമ്മളെ ഉഴിച്ചി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പുതിയൊരു മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി മീനെല്ലാം വാങ്ങി, കുറച്ച് മുട്ടയെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. കേദൽ മീനാണ് വാങ്ങിയിട്ടുണ്ടായത്. മീനും മുട്ടയെല്ലാം കൂടി റെഡിയാക്കി പോസ്റ്റ് വർക്കൗട്ട് മീലും ഡിന്നറെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒന്നിച്ച് കഴിച്ചു. അത്യാവശ്യം ഹെവി പ്രോട്ടീൻ മീലാണ് ഉണ്ടായത്. ഫുഡ് കഴിച്ചിട്ട് ഞെക്കിലേക്ക് ഇറങ്ങി. പാർട്ടി ഓഫീസിൽ നിന്ന് ക്ലബിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പ്രശാന്തിൻ്റെയും ബിവിൻ്റെയും പ്രലോഭനത്തിൽ വീഴാണ്ട് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി കുറച്ച് സലാഡെല്ലാം ആക്കി അതിൻ്റെ ഒന്നിച്ച് പുസ്തകമെല്ലാം വായിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ ചിത്രം. അപ്പോൾ ഗുഡ് നൈറ്റ്.